കേരളം വിദേശ രാജ്യങ്ങൾ പോലെ മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് വലിയ നിലയിലേക്കുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിലും മറ്റും നടക്കുന്നു. ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊരു പ്രചരണം നടത്താൻ സാധിക്കുകയായിരുന്നു. LDF സർക്കാരിൻ്റെ നിർണായക നിലപാടാണ്. അത് ഒന്ന് മാത്രമാണോ? പിന്നെ ഭൂമി ഏറ്റെടുക്കൽ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് നമുക്കറിയാം. ഈ സംസ്ഥാനത്തെ BJP ഒക്കെ തന്നെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ എത്രയെത്ര തവണ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി കേരളത്തിലെ ഗവൺമെൻറ് എടുത്ത ഇനീഷ്യേറ്റീവിനെ പ്രശംസിച്ചിട്ടുണ്ട്. എത്രയെത്ര തവണ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേരളത്തിൻ്റെ തലവൻ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തേച്ചു മാറ്റി കളഞ്ഞാൽ പോകുന്ന കാര്യമാണോ? പിന്നെ എന്ത് ചെയ്തു? ഈ 5600ഓളം കോടി കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി. അത് ഡബിളായി, 12,000 കോടിയായി. ഞാൻ 12,000 കോടിയാണ് ഇത് എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു വലിയ പച്ച കള്ളം പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്നു. ശരിയല്ലേ? ഇത് കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയതിൻ്റെ ഭാഗമായി ഇത് ഡബിളായില്ലേ? വസ്തുതയല്ലേ? ചുരുക്കി പറഞ്ഞാൽ 12,000 കോടി മുടക്കി. ഇനി അതവിടെ കിടക്കട്ടെ. 12,000 കോടിയുടെ കാര്യം അവിടെ കിടക്കട്ടെ. പണം മുടക്കിയിട്ടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? UDFൻ്റെ നേതാക്കന്മാർക്കോ BJPയുടെ നേതാക്കന്മാർക്കോ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഇനി അത് മാറ്റൂ. അടുത്തത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു? എന്തൊക്കെ സമരം നടന്നു കേരളത്തിൽ? ഏതൊക്കെ സമരം നടന്നു? ആ സമരത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മുന്നണി ഏതൊക്കെയാണ്? UDF പങ്കെടുത്തില്ലേ? കേരളത്തിലെ BJP പങ്കെടുത്തില്ലേ? സഖാവ് പിണറായി വിജയനെതിരെ മുദ്രാവാക്യം വിളിച്ചില്ലേ? കേരളത്തിലെ LDF സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചില്ലേ? ആ മുദ്രാവാക്യം വിളി ദേശീയപാത വികസനത്തിനെതിരെയുള്ള മുദ്രാവാക്യമല്ലേ? അതാണ്. അത് നമുക്കറിയാം. ഇതൊക്കെ വസ്തുതയല്ലേ? അപ്പോൾ ഒരു കാലത്തും UDF അധികാരത്തിലുള്ളപ്പോഴും അധികാരത്തിലില്ലാത്തപ്പോഴും ദേശീയപാത വികസനത്തിന് വേണ്ടി ഒരു കാലണയുടെ ഇടപെടൽ പോലും നടത്തിയിട്ടില്ല. അതിൻ്റെ കുറ്റബോധം അവർക്കുണ്ട്. ദേശീയപാത വികസനം കേരളത്തിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ UDFന് നിലവിലുള്ള ജനപിന്തുണ പോലും കുറയും എന്നവർക്കറിയാം. ദേശീയപാത വികസനം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ തെറ്റിദ്ധാരണ പടർത്താൻ ശ്രമിക്കുന്നവർ ദേശീയപാത വികസനത്തിലെ അടിസ്ഥാന വികസനത്തിന്റെ കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിന് കിട്ടാവുന്ന ഒരു രാഷ്ട്രീയമായ നേട്ടത്തെ ഭയക്കുന്നത് കൊണ്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകുമെന്ന് ഭയന്നുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ പടർത്തുന്നത് എന്നാണ് താങ്കളുടെ വാദം. അല്ല, വാദമല്ലല്ലോ, അത് വസ്തുതയല്ലേ? വസ്തുതയാണ്. എന്നിട്ട് ഈ വസ്തുത പ്രചരിപ്പിക്കുന്നതാണ് എന്തോ തെറ്റ്. നമുക്കറിയാം, മുഖ്യധാര മാധ്യമങ്ങളൊന്നും തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ എടുക്കുന്ന സമീപനം എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പിന്നെ ഞങ്ങളുടെ മുമ്പുള്ള വഴി എന്താ? ഞങ്ങളുടെ മുമ്പുള്ളൊരു വഴിയാണ് സോഷ്യൽ മീഡിയ. ഞങ്ങളെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നെഞ്ചിലേറ്റി ഓരോരുത്തരും ഓരോ മാധ്യമപ്രവർത്തകരാണ്. അവർക്ക് സാധ്യമാകുന്ന നിലയിൽ അവരുടെ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, വാട്സപ്പിൽ, യൂട്യൂബിൽ ഒക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടങ്ങൾ, ഓരോ വകുപ്പിൻ്റെയും ഭരണ നേട്ടങ്ങൾ പ്രചരിപ്പിക്കും. ഞങ്ങൾ ഓരോരുത്തരും മാധ്യമപ്രവർത്തനം ഏറ്റെടുക്കും. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ വസ്തുതകൾ പറയാൻ തയ്യാറാകാതെ പോകുമ്പോൾ പറഞ്ഞേ പറ്റൂ എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അപ്പോൾ റീൽസ് ഇടരുത്, റീൽസിന് നിരോധനം. ഇങ്ങനെ കരയണോ? ഞങ്ങളുടെ റീൽസിന്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ, ഞങ്ങളുടെ സഖാക്കളുടെ റീൽസിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് റീച്ച് വരുമ്പോൾ ഇങ്ങനെ കരഞ്ഞിട്ട് റീൽസിന് നിരോധനം ഏർപ്പെടുത്തണമെന്ന് പറയുന്ന നിലയിലേക്ക് ഈ കേരളത്തിലെ UDF എന്ന മുന്നണിയും BJP എന്ന രാഷ്ട്രീയ പാർട്ടിയും തരംതാണ് പോയില്ലേ? ഞങ്ങൾ ഇനിയും റീൽസ് ഇടും, ഞങ്ങൾ ഇനിയും പ്രചരിപ്പിക്കും. സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ പ്രചരണം നടത്തും. ശരി, സോഷ്യൽ മീഡിയയിലൂടെ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ, ഓരോ വകുപ്പിന്റെ നേട്ടങ്ങൾ ഞങ്ങൾ പ്രചരിപ്പിക്കും. ശ്രീ മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഫ്ലെക്സ് വെച്ചതും റീൽസ് വെച്ചതും ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനാണെങ്കിൽ ആ ക്രെഡിറ്റ് പൊളിയുന്ന സമയത്തും നിങ്ങൾക്കില്ലേ എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. 5600 കോടി രൂപ മുടക്കിയത് മാത്രമല്ല, ഭൂമി ഏറ്റെടുക്കലിന് സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ 2016 LDF സർക്കാരിൻ്റെ ഇടപെടൽ, LDF സർക്കാർ അല്ലായിരുന്നു കേരളത്തിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ ഒരു സംശയമില്ല, നടക്കില്ലായിരുന്നു. അത് ഞങ്ങൾ പറയണ്ടേ? പിന്നെ മായാവി സിനിമയിലെ മമ്മൂട്ടിയെ പോലെ അദൃശ്യനായി ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യവും ഭരണ നേട്ടവും ജനങ്ങളിൽ എത്തിക്കാതെ അദൃശ്യനായി നടക്കണോ? മായാവിയിലെ മമ്മൂട്ടിയെ പോലെ? അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇവർക്കറിയാം ഇത് മറ്റ് നിലയിൽ പ്രചരിപ്പിക്കപ്പെടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ആവർത്തിക്കുന്നില്ല. മറ്റ് നിലയിൽ പ്രചരിപ്പിക്കപ്പെടില്ല. മറ്റ് മുഖ്യധാര മാധ്യമങ്ങൾ അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായി ഇത് അത്രത്തോളം പ്രചരിപ്പിക്കില്ല. അപ്പോൾ ഞങ്ങളുടെ ഏക പ്രചരണ മാർഗം എന്താണ്? സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിൽ പുതിയ കാലത്ത് ഏറ്റവും സൗകര്യമുള്ളത് എന്താണ്? റീൽസാണ്. ഏറ്റവും സൗകര്യമുള്ളതാണ് യൂട്യൂബിലെ ഷോർട്സാണ്. വളരെ കുറച്ച് സമയം ആൾ കാണൂ. അത് ഞങ്ങൾ ഇടരുത്. ഇതെന്താ അടിയന്തരാവസ്ഥയാണ്? അടിയന്തരാവസ്ഥയാണത്. ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ അംഗമായ ഞാനോ ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ ഭരണ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാൻ തയ്യാറാകുന്ന ഒരു പൗരനോ
റീൽസ് ഇടരുത്, അല്ലെങ്കിൽ റീൽസ് ഇടുന്നതിന് ആകെ അവഹേളിക്കുന്ന നില വന്നാൽ ഇത് അടിയന്തരാവസ്ഥക്ക് തുല്യമായ രാഷ്ട്രീയ പ്രവർത്തനമല്ലേ? അതല്ലേ ഇവിടെ BJP UDF നടത്തുന്നത്? ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞേ പറ്റൂ, അതിൽ ഒരു സംശയവും ഇല്ല ഡോക്ടർ അരുൺ. ഇതിൽ ഞാൻ പറഞ്ഞുതരാം.